കഴിഞ്ഞ 1200 കൊല്ലമായി കേരളത്തിലെ രാജവംശങ്ങളിൽ 70% നായന്മാരുടേതാണ്. കേരളത്തിലെ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 55% നായന്മാരുടെ കയ്യിലും ഒരു 25% ബ്രാഹ്മണരുടെ കയ്യിലുമായിരുന്നു. ബാക്കിയുള്ളവർക്ക് എല്ലാം കൂടി ഒരു 15% താഴെയുള്ളൂ. 0.4% മാത്രമേ ബ്രാഹ്മണരുള്ളൂ. 15% വരുന്നത് ആയിരം ബ്രാഹ്മണനോട് കൂടുന്നവരുടെ കയ്യിലായിരുന്നു. അറൌണ്ട് 65% ഓഫ് ദ ലാൻഡ്. ഈ ലാൻഡിന്റെ ഫസ്റ്റ് ഭാഗം ആദ്യം ബ്രിട്ടീഷുകാർ അടിച്ചു മാറ്റി. മലമ്പ്രദേശങ്ങളിലെ ലാൻഡ് മുഴുവൻ അവരടിച്ചു മാറ്റി. എന്നിട്ട് അവൻ വളരെ കൃത്യമായി നായന്മാരുടെ ലാൻഡ് അടിച്ചു മാറ്റാൻ വേണ്ടി അവൻ 1864 സെറ്റിൽമെന്റ് രജിസ്റ്ററും 1935 സെറ്റിൽമെന്റ് രജിസ്റ്ററും എടുത്തിട്ട് നായന്മാരുടെ വസ്തു എവിടെയൊക്കെ നായരുടെ അല്ലാതാക്കാമോ അവൻ കൃത്യമായി അതങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഈ നായന്മാരുടെ ഭൂസ്വത്ത് ഇല്ലാതാക്കുന്നൊരവസ്ഥ കൊണ്ടുവരുന്ന റിഫോംസ് ആണ് ഉണ്ടായത്. 1960 ആയപ്പോഴേക്കും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് വിശാലമായ 100 കണക്കിന് ഏക്കർ ഉണ്ടായിരുന്ന നായന്മാരുടെ ഭൂമി മുഴുവൻ നായന്മാരുടെ അല്ലാതാക്കി. ഇത് കൃത്യമായി മന്നത്തപ്പൻ മുൻകൂട്ടി കണ്ടു. നായന്മാരെ ഫിനാൻഷ്യലി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ നടന്നു വരുന്നതെന്ന്. അത് വളരെ കൃത്യമായി മന്നത്തപ്പൻ അതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ നടത്തി. കേരളം 1200 കൊല്ലം ഭരിച്ചിരുന്ന നായന്മാരെ ഒന്നുമല്ലാതാക്കുന്ന ആ പരിപാടിയെ കൃത്യമായി റിവേഴ്സ് ചെയ്തു എന്നുള്ളതാണ്. മന്നത്തപ്പൻ വളരെ ശ്രദ്ധേയമായി ചെയ്ത ഒന്നായിരുന്നു ആ റിവേഴ്സൽ. ആ റിവേഴ്സലിന്റെ ഭാഗമായി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നായന്മാരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളുള്ള കുറവാണ്. കേരളത്തിലെ ദിവാൻ ഉൾപ്പെടെ കേരളത്തിലെ ഭരണവർഗം മുഴുവൻ ബ്രാഹ്മണരും നായന്മാരുമാണ്. അതിൽ ബ്രാഹ്മണർ 5% ഉള്ളൂ. 90% ഓഫ് ദ ഒഫീഷ്യൽ പൊസിഷൻസ് ഇൻ കേരള വെർ ഹെൽഡ് ബൈ നായേഴ്സ്. ഈ നായന്മാർ 1200 കൊല്ലം ഈ ഔദ്യോഗിക സ്ഥാനം വെച്ച നായന്മാരെ പതുക്കെ ബ്രിട്ടീഷുകാര് അവിടുന്ന് ഡിസ്പോസസ് ചെയ്യാൻ ശ്രമിച്ചു. ആദ്യമായി അവർ ചെയ്തത് നായർ പട്ടാളത്തെ ഇല്ലാതാക്കി. 1812 വേൽത്തമിഴ് റിവോൾട്ടിന് ശേഷം നായർ പട്ടാളത്തെ ഇല്ലാതാക്കി. 1806 പാലിയത്തച്ഛൻ റിവോൾട്ടിന് ശേഷം കൊച്ചിയിലെ നായന്മാരെ മുഴുവൻ ഇൽപോസസ് ചെയ്തു. മലബാറിൽ ചെന്ന് പഴശ്ശിരാജാവിന്റെ സമരത്തിന് ശേഷം മലബാറിലുള്ള നായന്മാരെ മുഴുവൻ ഒഫീഷ്യൽ പൊസിഷൻ മാറ്റി. ദിവാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി.